قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا، والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت مناي وبختم كتابك. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സൂറത്തുൽ കൗസറാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറ. ഇത് മക്കിയയായ സൂറയാണെന്നും അഭിപ്രായമുണ്ട്, മദനിയായ സൂറ ആണ് എന്നും അഭിപ്രായമുണ്ട്. ഹിജറക്ക് മുമ്പ് അവതരിച്ചതാണ് എന്നും ഹിജറയുടെ ശേഷം അവതരിച്ചതാണ് എന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഇസ്രാ മിഅ്റാജിന്റെ തൊട്ടു മുമ്പ് മക്കയിൽ അവതീർണമായത് എന്നാണ് ഇബ്നു ഇസ്ഹാഖ് എന്നവർ അഭിപ്രായപ്പെടുന്നത് റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ മറ്റുള്ള ചില അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഹിജറക്കു ശേഷം മദീനയിലാണ് ഈ സൂറ അവതരിച്ചത്. പരിശുദ്ധ ഖുർആനിലെ 108ാമത്തെ സൂറയാണിത്. ആദിയാത്തിന് ശേഷമാണ് ഇറങ്ങിയത്. സൂറത്തു തകാസുറിന്റെ മുമ്പുമാണ്. അൽഹാകുമത്ത് തകാസുർ എന്ന് പറയുന്ന സൂറയുടെ മുമ്പും വൽ ആദിയാത്ത് എന്ന് തുടങ്ങുന്ന സൂറയുടെ ശേഷവുമാണ് സൂറത്തുൽ കൗസർ അവതീർണമായത്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം എന്ന പ്രത്യേകത കൂടി ഈ സൂറക്കുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. ഈ സൂറയ്ക്ക് പേര് വരാൻ കാരണം ഒന്നാമത്തെ വചനത്തിൽ കൗസർ എന്ന് പറഞ്ഞതുകൊണ്ട്, ഹൗദുൽ കൗസറിനെ കുറിച്ച് പരാമർശമുള്ളത് കൊണ്ടാണ് ഈ സൂറക്ക് കൗസർ എന്ന് പേര് പറയാൻ കാരണം. മറ്റൊരു പേര് കൂടിയുണ്ട്, സൂറത്തുൻ നഹർ. ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് നഹർ അവിടെ പ്രയോഗിച്ചത് കൊണ്ട്, അറുക്കാനുള്ള കൽപ്പന, ബലി നടത്താനുള്ള കൽപ്പനയുള്ളത് കൊണ്ട് സൂറത്തുൻ നഹർ എന്നും ഈ സൂറക്ക് പേരുണ്ട്. ഇതിൽ 3 ആയത്തുകളാണുള്ളത്. 10 വാചകങ്ങളുണ്ട്, 42 അക്ഷരങ്ങളും ഉണ്ട്. 10 വാചകങ്ങളും 42 അക്ഷരങ്ങളും 3 ആയത്തുകളും. എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് റാ എന്ന അക്ഷരത്തിലാണ്, അല്ലേ? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ആയത്തുകളുടെ കണക്കനുസരിച്ച് നമ്മളിതിന് തൊട്ട് മുമ്പ് പഠിച്ച സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹിയിലും 3 ആയത്ത് തന്നെ ഉള്ളത്. സൂറത്തുൽ കൗസറിലും 3 ആണ്, ഇദാ ജാഅ നസ്റുല്ലാഹിയിലും 3 ആണ്. ആയത്തുകളുടെ എണ്ണം നോക്കുമ്പോൾ 2ഉം 3ഉം തന്നെ. പക്ഷേ കൗസറിലെ അക്ഷരങ്ങളും വാചകങ്ങളും വളരെ കുറവാണ്. ഇതിനേക്കാളും കൂടുതലാണ് സൂറത്തുൽ നസ്റിലുള്ള അക്ഷരങ്ങളും വാചകങ്ങളും. അതുകൊണ്ടാണ് ഏറ്റവും ചെറുത് സൂറത്തുൽ കൗസറാണ് എന്ന് പറയാൻ കാരണം. സംഭവം 2ലും ആയത്ത് 3 ഉള്ളൂ. പക്ഷേ അക്ഷരങ്ങളുടെ എണ്ണത്തിൽ സൂറത്തുൽ നസ്ർ കൂടുതലാണ്, മുന്നിലാണ്. അതിലേറെ കുറവാണ് സൂറത്തുൽ കൗസറിൽ. അതുകൊണ്ട് ഏറ്റവും ചെറുത് സൂറത്തുൽ കൗസർ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. എന്താണ് കൗസർ എന്നതുകൊണ്ടുള്ള വിവക്ഷ? ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്കത് പഠിക്കാം. പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൗസറിനെ സംബന്ധിച്ച്. സ്വർഗത്തിലൊരു തടാകമാണ്, ഒരു പുഴയാണ്. മിക്ക ആളുകളും അങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അതല്ല, കൗസർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട എല്ലാ നന്മകളും അതിൽ ഉൾപ്പെട്ടു എന്നാണ് പ്രമുഖ വ്യാഖ്യാതാക്കളൊക്കെ അഭിപ്രായപ്പെടുന്നത്. എല്ലാം, പ്രവാചകത്വം, പരിശുദ്ധ ഖുർആൻ, ഇസ്ലാം, ദീൻ, എല്ലാം, ഇതൊക്കെ അടക്കം ഒരുപാട് നന്മകൾ, ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഈ സൂറക്ക് പറയപ്പെട്ടതായി കാണാം. സൂറത്തുൽ കൗസർ ഓതുന്ന ആളെ അല്ലാഹു തആല സ്വർഗത്തിലെ നദികളിൽ നിന്ന് കുടിപ്പിക്കുമെന്നും പെരുന്നാൾ ദിവസത്തിൽ ബലിയറുക്കപ്പെടുന്ന എല്ലാ മൃഗങ്ങളുടെ കണക്കിന്റെയും 10 ഇരട്ടി പ്രതിഫലം നൽകുമെന്നും ഹദീസുകളിലുണ്ട്. അപ്പോൾ വലിയ പ്രതിഫലമാണ്. ചെറിയൊരു സൂറ ഓതിയാൽ തന്നെ ഇത്രയും വലിയ പ്രതിഫലമാണ്. മാഷാ അല്ലാഹ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നതായിട്ട് കാണാം, ആരെങ്കിലും ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഓതിയാൽ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ അത്രയും പ്രതിഫലം അള്ളാഹു അവന് നൽകും. അവൻ ഓതുന്ന ഓരോ വചനത്തിനും സർവ്വനേരവും അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരുടെ പ്രതിഫലവും ലഭിക്കും. അതും വല്ലാത്തൊരു പ്രതിഫലം തന്നെയാണ്. മാഷാ അല്ലാഹ്. അവ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ പരമാവധി വളരെ പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റുന്ന സൂറയാണ് ഇതൊക്കെ, അല്ലേ? സൂറത്തുൽ ഇഖ്ലാസ് പോലെ,
കൗസർ പോലെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ദിക്റിലായി മുഴുകുക എന്നത് വലിയ കൂലിയുള്ള സംഗതിയാണല്ലോ. അപ്പോൾ ദിക്റുകളാവാം, ഇതേപോലെയുള്ള സൂറകളാവാം. ഖുർആൻ കാണാതെ ഓതുന്നതിന് വേണ്ടി ഓതുവിൻ്റെയൊന്നും ആവശ്യമില്ല അല്ലേ? ഖുർആൻ തൊടാനാണ് ഓതുവിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യാവുന്നൊരു പണിയാണത്. ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെ പ്രതിഫലങ്ങൾ പലതിലും ഉണ്ടായിരിക്കുക നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രം അത് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ വിഷയത്തിൽ ജാഗരൂകരാവണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. നമുക്കിതിൻ്റെ അർത്ഥം പഠിക്കാം. ആദ്യം ഒന്ന് ഓതിത്തരാം ഇൻഷാ അല്ലാഹ്. ശരിക്കും ശ്രദ്ധിക്കുക, തജ്വീദ് നിയമങ്ങളൊക്കെ പാലിക്കാനുള്ള ശ്രമം നടത്തുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഇന്നാ അഅതൈനാകൽ കൗസർ. നബിയെ, അങ്ങേക്ക് നാം കണക്കറ്റ നന്മകൾ നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ കൗസർ നൽകിയിരിക്കുന്നു. ഇന്ന തീർച്ചയായിട്ടും നമ്മൾ അഅതൈനാക അങ്ങേക്ക് തന്നിരിക്കുന്നു, നൽകിയിരിക്കുന്നു, അൽ കൗസർ കൗസർ തന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ പുഴയാവാം. ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് പഠിക്കാം. കണക്കറ്റ നന്മകൾ, തങ്ങൾക്ക് കൊടുത്ത എല്ലാ നന്മകളും അതിൽ ഉൾപ്പെട്ടു എന്നതാണ് പ്രബലമായ അഭിപ്രായം. കണക്കറ്റ നന്മ, കയ്യും കണക്കുമില്ലാത്ത നന്മ എന്നാണ് അറബികൾ കൗസർ എന്നതിനർത്ഥം പറയാറ്. അത് സാധാരണ അവരുടെ ജീവിതത്തിൽ, സംസാരത്തിൽ ഉപയോഗിച്ചു വരുന്നൊരു പദമാണ് കൗസർ. കയ്യും കണക്കില്ലാത്ത നന്മക്കാണ് അവരത് പ്രയോഗിക്കുക. കൗസർ എന്നത് കസറത്ത് എന്ന പദത്തിൽ നിന്നുള്ള ഫൗഅൽ വസ്നിൽ വന്ന ഒരു പദമാണ്. കസറത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആധിക്യം, ധാരാളം, അല്ലെ, ഒരുപാട് എന്നൊക്കെയാണ് കസറത്ത് എന്ന് പറഞ്ഞ അറബിയിൽ അർത്ഥം. ഈ കസറത്തിൻ്റെ ഫൗഅൽ വസ്നിൽ, ഫൗഅൽ എന്ന് പറഞ്ഞ പാറ്റേണിൽ വന്ന ഒരു പദമാണ് കൗസർ. അപ്പോൾ കണക്കറ്റ നന്മ, ഒരുപാട് എന്നർത്ഥം. കസറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം എന്നാണ്, അതിലേറെ എന്നാണ് കൗസർ എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടു എന്നർത്ഥം. ഏതുപോലെ നമ്മൾ നഫ്ല് എന്ന പദത്തിൽ നിന്ന് നൗഫൽ എന്ന് പ്രയോഗിക്കാറുണ്ട്. നഫ്ല് എന്ന് പറഞ്ഞാൽ അത്വയ്യത്ത്, ഹിബത്ത്, ദാനം, ഓശാരമായി കിട്ടിയത് എന്നൊക്കെയാണ് അർത്ഥം. നഫ്ല്. ഈ നഫ്ല് എന്ന പദത്തിൽ നിന്ന് നൗഫൽ എന്ന് ഉപയോഗിക്കും പോലെ കസറത്ത് എന്ന പദത്തിൽ നിന്ന് കൗസർ എന്ന് ഉപയോഗിച്ചുകൂടെ? നൗഫൽ എന്ന് പറഞ്ഞാൽ അർത്ഥം കരീമൻ, മാന്യൻ, അല്ലേ എന്നൊക്കെ ആളുകൾക്ക് പേരിടുമ്പോൾ ആ ഒരർത്ഥമാണ് അവിടെ ഉപയോഗിക്കാറുള്ളത്. അപ്പം നഫ്ലിൽ നിന്ന് നൗഫൽ പോലെ കസറത്തിൽ നിന്ന് കൗസർ എന്ന് പ്രയോഗിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ജൗഹർ എന്ന് നമ്മൾ ആളുകൾക്ക് പേരിടാറുണ്ട്. ജൗഹർ എന്നതും ഇതേ വസ്നാണ്, ഇതേ പാറ്റേണാണ്, ഫൗഅൽ, അല്ലേ? അത് ജഹ്ർ എന്നതിൻ്റെ ഫൗഅൽ വസ്നാണ്. ജഹ്ർ എന്ന് പറഞ്ഞാൽ പരസ്യം, പിന്നെ എന്താണ് പറയാം, ഒക്കെ വെളിവായത് എന്ന് പറഞ്ഞാൽ ഒന്നും ഒളിച്ചു വെക്കാത്തത് എന്നൊക്കെ പറയാം, ജഹ്ർ. ഇതിൽ നിന്നാണ് ജൗഹർ എന്ന് പറയുന്നത്. ജൗഹർ എന്ന് ശരിക്കും പറഞ്ഞാൽ ഹഖീഖത്തു ശൈഇ വദാതുഹു എന്നാണ്. ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ അവസ്ഥ, അത് തന്നെ, അതായത് അലിഞ്ഞൊന്നും അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, ആ കാണുന്നത് പോലെ ഒരു വസ്തുവിൻ്റെ യാഥാർത്ഥ്യം എന്നതിനെ ജൗഹർ എന്ന് പറയും. അത് ആളുകൾക്ക് പേരിടുമ്പോൾ ഖൈർ എന്ന അർത്ഥത്തിനാണ്, ഖൈറുർ റിജാൽ. ഇപ്പോൾ ജൗഹറുർ റിജാൽ എന്ന് പറഞ്ഞാൽ ആളുകളിലെ ജൗഹർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഖൈറുർ റിജാൽ, നല്ല മനുഷ്യനാണ് അയാൾ, അയാൾ ഖൈറാണ്, ഉത്തമനാണ് എന്ന അർത്ഥത്തിലാണ് ആളുകൾക്ക് ജൗഹർ എന്ന പേരിടുക. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് കൗസർ എന്ന പ്രയോഗം വന്നത്. കസ്റത്ത് എന്ന അധികം എന്നർത്ഥം വരുന്ന ആ പദത്തിൽ നിന്ന് കൗസർ, കണക്കറ്റ നന്മകൾ. അപ്പോൾ ഇന്ന അഅതൈനാകൽ കൗസർ, നബിയെ അങ്ങേക്ക് നമ്മൾ കണക്കറ്റ നന്മകൾ നൽകിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറബികൾ സാധാരണഗതിയിൽ ഈ ഒരു അർത്ഥത്തിനാണ് ഇത് ഉപയോഗിക്കാറ് എന്ന്. അവർ സ്ഥിരമായി എണ്ണത്തിൽ കൂടുതലുള്ള, അതിൽ മഹത്വത്തിൽ കൂടുതലുള്ള എല്ലാ സംഗതികൾക്കും അവരുടെ സംസാര ഭാഷയിൽ അവരങ്ങനെ ഉപയോഗിക്കുമായിരുന്നു എന്നാണ്. ഇപ്പോൾ ഒരു ഉമ്മയോട്, മകൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു ഉമ്മയോട് അറബികൾ ചോദിച്ച ഒരു സംഭാഷണം ഈ സൂറയുടെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഈ സ്ത്രീയോട് ചോദിച്ചു, ഈ ഉമ്മയോട് ചോദിച്ചു, മകൻ യാത്ര കഴിഞ്ഞ് വന്നല്ലേ, എന്താ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഉമ്മ മറുപടി പറഞ്ഞു, ബിഖൗസർ, ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ബിമാലിൻ കസീരിൻ, കുറേ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയോ സാധനങ്ങളോ വന്നപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ പ്രയോഗം, കൗസർ. ആ ഉമ്മ മറുപടി പറഞ്ഞത് അങ്ങനെയാണ്. എന്തേ കൊടുന്നതെന്ന് വെച്ചപ്പോൾ ബിഖൗസറിൻ, കൗസർ കൊടുത്തിട്ടുണ്ട് എന്നാണ്, ഒരുപാട് കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ സകല നിഅമത്തുകളും ഇതിൽപ്പെട്ടു എന്ന പ്രബല അഭിപ്രായത്തിന് ഇവരുടെ അറബികളുടെ ഈ ശൈലി നമുക്ക് അതിന് ഉദാഹരണമായി പിടിക്കാം. രണ്ടാമത്തെ ആയത്ത് ഫസല്ലി ലി റബ്ബിക വൻഹർ, ഫസല്ലി ലി റബ്ബിക വൻഹർ, അതുകൊണ്ട് അങ്ങയുടെ നാഥനു വേണ്ടി അങ്ങ് നമസ്കരിക്കുകയും ബലികർമ്മം നടത്തുകയും ചെയ്യുക. നിങ്ങൾക്ക് കണക്കറ്റ നന്മകൾ നമ്മൾ നൽകിയില്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് ഫസല്ലി, നിങ്ങൾ നിസ്കരിക്കണം, ലി റബ്ബിക, അങ്ങയുടെ രക്ഷിതാവിന് നിസ്കരിക്കണം, വൻഹർ, ബലികർമ്മം നടത്തുകയും വേണം. നഹർ എന്ന് പറഞ്ഞാൽ ബലികർമ്മം, യൗമുൻ നഹർ എന്ന് പറയാറുണ്ട് നമ്മൾ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട്. അറവ് നടത്തുകയും ചെയ്യണം. പിന്നെ നിങ്ങളിനി ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ആര് കുറ്റം പറയുക എന്തോ ചെയ്യട്ടെ, ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, അങ്ങേ ബാക്കിയുള്ള ആളുകൾ അങ്ങയോട് ദേഷ്യം വെക്കുകയോ അങ്ങയെ ആക്ഷേപിക്കുകയോ എന്തോ ചെയ്യട്ടെ, താങ്കൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. ഇന്ന ഷാനിഅക, നിങ്ങളോട് ദേഷ്യം വെക്കുന്ന ആളുകൾ, ഹുവ, അയാൾ തന്നെയാണ്, അവർ തന്നെയാണ്, അൽ അബ്തർ, തുലഞ്ഞവൻ, ഭാവി തുലഞ്ഞവൻ. നിങ്ങൾ ആളുകൾ പറയുന്നത് കേട്ട് ബേജാറാവേണ്ടതില്ല. നിങ്ങൾ ആരാണോ ആക്ഷേപിക്കുന്നത്, ആരാണോ നിങ്ങളോട് ദേഷ്യം വെക്കുന്നത്, അവരാണ് ഭാവി തുലഞ്ഞ ആളുകൾ, അവരാണ് നശിച്ചു പോകാനുള്ള ആളുകൾ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ഇവിടെ ഇൻഷാ അല്ലാഹ് ഇതിന്റെ വിശദീകരണം നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് ഈ സൂറ അവതരിച്ചത്, ആരാണ് ഇവിടെ ഉദ്ദേശം, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചത്, എന്തായിരുന്നു ആക്ഷേപിച്ചത് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.